ചെന്നൈയിൽ വന്നിറങ്ങിയ ലോക ചെസ് ചാമ്പ്യൻ ഗുകേഷിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. എന്നാൽ ഒരു പിതാവിൻ്റെ ഒരു സമർപ്പിത ബുദ്ധിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ത്യാഗവും ഇത്തരമൊരു ലോക ചാമ്പ്യനെ സൃഷ്ടിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കൊപ്പം ചേർന്നുകൊണ്ട് വിജയകുമാർ പറയുന്നു. വിജയകുമാർ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ഈ മകൻ്റെ ഈ വൻ വിജയം ഉണ്ടാക്കുന്നതിൽ ഈ പിതാവിന് വലിയൊരു പങ്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എസ്കേൻ ഉറപ്പായും ഇതൊരു തെലുങ്ക് കുടുംബമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാവ് രജനീകാന്ത് ഒരു അറിയപ്പെടുന്ന ENT സർജനാണ്. മാതാവ് പത്മ ഒരു മൈക്രോബയോളജിസ്റ്റാണ്. അപ്പോൾ ഈ ഗുകേഷിൻ്റെ ഈ ചെസ്സിനോടുള്ള താല്പര്യം, അതിൽ ചെസ്സിൽ ഒരു ലോക ചാമ്പ്യൻ ആകുന്നത് ഞാൻ 1000 വട്ടം കണ്ട സ്വപ്നമാണ് എന്ന് 18 വയസ്സുള്ള ഗുകേഷ് പറയണം. അപ്പോൾ ഗുകേഷ് വളരെ വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ലോക ചാമ്പ്യൻ ആകുന്ന സ്വപ്നം കണ്ട് വളർന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു മകന് വേണ്ടി അദ്ദേഹം ഈ രജനീകാന്ത് എന്ന പിതാവ് അദ്ദേഹത്തിൻ്റെ കരിയർ വേണ്ടാന്ന് വെക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ജോലിയൊക്കെ രാജിവെച്ച് മകനെ ചെസ്സ് ഒരു ലോക ചാമ്പ്യനാക്കി മാറ്റുന്നതിന് വേണ്ടി എല്ലാ മത്സരങ്ങളിലും പിതാവ് ഒപ്പം പോകും. അപ്പോൾ നമ്മൾ ഈ കണ്ട ഏറ്റവും ഒടുവിൽ കണ്ട ഈ ലോക ചാമ്പ്യൻഷിപ്പിലെ ഓരോ ഗെയിമിന് പോകുന്നതിന് മുമ്പും ആ പിതാവ് ആ ഗെയിം നടക്കുന്ന റൂമിന് തൊട്ട് ആ ഡോറിന് പുറകിലുണ്ട്. അപ്പോൾ അതിലെ നമുക്കെന്താണ് ഒരു ടച്ചിങ് ആയ ഒരു ദൃശ്യം, അതിപ്പോൾ ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ അതിൻ്റെ ദൃശ്യങ്ങൾ പലതും അവരുടെ പതിവ് വീഡിയോയിൽ നൽകാറുണ്ട്. അപ്പോൾ അത് മുഴുവൻ ചേർത്ത് വയ്ക്കുമ്പോൾ ഈ പറയുന്ന 14 റൗണ്ടിലും എല്ലാ മത്സരത്തിനും പോകുന്നതിന് തൊട്ട് മുമ്പും ആ പിതാവ് ആ വാതിലിലുണ്ടാകും. അപ്പോൾ ആ വാതിലിനകത്തേക്ക് ഗുകേഷ് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് പുറകോട്ട് നോക്കും. ആ സമയത്ത് പിതാവ് ഉണ്ടാവും. പിതാവിൻ്റെ ഒരു തംസപ്പാണ് ആ സമയത്ത് ഗുകേഷ് ആഗ്രഹിക്കുന്നത്. അത് കൃത്യം നൽകി മകനെ യാത്രയയക്കുകയാണ്. അപ്പോൾ മത്സരത്തിൽ ജയിച്ച ചെസ് ബോർഡിന് മുന്നിൽ ആ മുഴുവൻ കരുക്കളും ആ ബോർഡിൽ എടുത്തു വെച്ച് തിരികെ വന്ന് ആദ്യം കെട്ടിപ്പിടിക്കുന്ന അച്ഛനെയാണ്. അപ്പോൾ ആ വിജയം യഥാർത്ഥത്തിൽ അച്ഛന് സമർപ്പിക്കുന്നു എന്നതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെ അമ്മ പത്മ ഈ മത്സരത്തിന് അവസാനം ഈ പിതാവിൻ്റെ കയ്യിലേക്ക് ലോക കിരീടം ആ സ്റ്റേജിൽ നിന്ന് വന്ന് ആദ്യം ഗുകേഷ് കൊടുക്കുന്ന അച്ഛൻ്റെ കയ്യിലേക്കാണ്. അച്ഛനത് വെറുതെ നോക്കുന്നതേ ഉള്ളൂ. തൊട്ട് പിന്നിൽ അമ്മ ഇരിക്കുന്നുണ്ട്. ആ സ്റ്റേജിന് പിന്നിൽ അമ്മയുടെ കയ്യിലേക്കാണ് കൊടുക്കുന്നത്. അമ്മ വളരെ സമയം ഈ ട്രോഫി ഇങ്ങനെ കയ്യിൽ പിടിച്ച് അവസാനം ഒരു മുത്തം കൊടുത്ത് മുത്തശ്ശിയുടെ കയ്യിലേക്കാണ് കൊടുക്കുന്നത്. അങ്ങനെ ആ കുടുംബം എത്രത്തോളം ഈ ഗുകേഷിൻ്റെ വിജയത്തിൻ്റെ ഒരു പിൻബലമായി ഉണ്ടായിരുന്നു എന്നത് ആ ദൃശ്യങ്ങൾ മുഴുവൻ ഈ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. അങ്ങനെ ഒരു സമർപ്പിത മകൻ മാത്രമല്ല, എല്ലാം മകന് വേണ്ടി മാറ്റിവെച്ച ഒരു പിതാവിൻ്റെയും ഒരു മാതാവിൻ്റെയും കഥ കൂടി ഗുകേഷിൻ്റെ വലിയ വിജയത്തിന് പിന്നിലുണ്ട് എന്നത് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു വിജയകുമാർ.